അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 53 അധ്യായം 5 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഏദൻ തോട്ടത്തിൽ ആദാം ഒരു പഴം പറിച്ചു തിന്നാൽ ഇത്രയധികം പ്രശ്നമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം. എന്നാൽ പഴം പറിച്ചു തിന്നത് മാത്രമല്ല വിഷയം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഭോഷ്കാണ് എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞ് സാത്താനെ അനുസരിച്ചു എന്നതാണ് വലിയ പ്രശ്നമായത്. സാത്താനെ ആര് അനുസരിക്കുമോ അവർ സാത്താൻ്റെ മകനോ മകളോ ദൂതനോ ആയി തീരും എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തെ അനുസരിക്കുന്നവർ ദൈവത്തിൻ്റെ മകനും മകളും ദൂതനും ആയിത്തീരുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുകയും അപ്പോൾ തന്നെ സാത്താൻ ഇഷ്ടപ്പെടുന്നത് പോലെ പാപം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പഠിപ്പിച്ചു. ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാത്താനെ ഹവ്വ സ്വീകരിച്ചെങ്കിലും ആദാം ഈ വിഷയത്തിൽ നിരപരാധിയായിരുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. അവനും തിന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാത്താൻ്റെ കെണിയിൽ വീണതും ദൈവത്തെക്കാൾ സാത്താനെ വിശ്വസിച്ചതും ഹവ്വയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദാമിനെ രക്ഷിക്കുവാൻ കർത്താവ് നിശ്ചയിച്ചു. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി കളയുവാൻ, അഥവാ പാപം ചെയ്ത് സാത്താനെ പോലെ ആയിത്തീരുവാൻ ആദാമിനെ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. എന്നാൽ ആദാം ഉദാസീനത കൊണ്ടും അലസത കൊണ്ടും നഷ്ടമാക്കി കളഞ്ഞ ദൈവ മഹത്വം വീണ്ടും ആദാമിനെ ഉടിപ്പിക്കുവാൻ യേശു ഗത്സമന മുതൽ കാൽവരി ക്രൂശ് വരെ അനുഭവിച്ച വ്യസനവും വ്യതയും വേദനയും നിന്ദയും ശാപവും ആർക്കും വിവരിക്കുവാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. മരണം ഒറ്റയ്ക്കല്ല, അതിനോടുകൂടെ ശാപവും വരും. ആദാം ചെയ്ത ലംഘനം മൂലം മരണവും ശാപവും ഭൂമിയിൽ വന്നു. ദൈവാത്മാവ് ശൗലിനെ വിട്ടുപോയപ്പോൾ ദുരാത്മാവ് അവനിൽ വന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നതുപോലെ ആദാമിൻ്റെ ലംഘനം മൂലം യഹോവയും അവൻ്റെ മഹത്വവും ആദാമിനെ വിട്ടുപോയപ്പോൾ സാത്താനും അവനിൽ ഉള്ള ശാപവും ആദാമിലേക്ക് പ്രവേശിച്ചു. ആ സാത്താനിൽ നിന്നും അവനോടുകൂടെ ആദാമിൽ പ്രവേശിച്ച ശാപത്തിൽ നിന്നും ആദാമിനെ രക്ഷിക്കണമെങ്കിൽ ആദാമിൻ്റെ ശാപവും പാപവും ഏറ്റെടുക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ ആവശ്യമായിരുന്നു. ആദാമിൻ്റെ സന്തതികളാണ് ഭൂമിയിലുള്ള എല്ലാവരും എന്നതിനാൽ ആദാമിലെ പാപവും ശാപവും ഭൂമിയിലെ സകല മനുഷ്യരിലും വ്യാപിച്ചിരുന്നു. അതിനാൽ ഏതെങ്കിലും മനുഷ്യനെ യാഗം കഴിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ ശാപവും പാപവും ക്ഷമിക്കപ്പെടുകയില്ല. ക്ഷമിക്കപ്പെടുക എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് സാത്താൻ്റെ കയ്യിൽ നിന്നും, സാത്താൻ്റെ മകൻ മകൾ എന്ന ശാപകരമായ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് ദൈവമകനും ദൈവമകളും ആക്കണമെങ്കിൽ പാപം ഇല്ലാത്ത രക്തം തന്നെ ചൊരിയണമായിരുന്നു എന്നാണ്. അതിന് ദൈവം ചെയ്ത കാര്യമാണ് താൻ തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വരിക എന്ന പദ്ധതി. അപ്രകാരം വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിൽ അവനെക്കുറിച്ചും അവൻ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ അനുഭവിക്കേണ്ട കഷ്ടതകളെക്കുറിച്ചും രേഖപ്പെടുത്തിയ വാക്യങ്ങളിൽ ഒരു വാക്യമാണ് നാം കേട്ടത്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഒരു മനുഷ്യനും സഹിക്കുവാൻ കഴിയാത്ത വേദനയാണ് നമുക്ക് വേണ്ടി യേശു സഹിച്ചത്. അതിനേക്കാൾ ഉപരിയായി അവൻ നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശുവിനെ പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയും അടിച്ചും ഇടിച്ചും രോമം പറിച്ചെടുത്തും തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുകയും യേശുവിനെ വേദനിപ്പിച്ചുകൊണ്ട് ആനന്ദിച്ചു. യേശു ഇപ്രകാരം മനുഷ്യവർഗത്തിനു വേണ്ടി കഷ്ടത അനുഭവിച്ചാൽ സന്തതിയെ തരാം എന്നായിരുന്നു പിതാവിൻ്റെ വാഗ്ദാനം. യെശയ്യാ പ്രവചനം 53 അധ്യായം 10 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കുരിശിൽ കിടക്കുന്ന യേശുവിനെ കരയുവാൻ അല്പം പോലും കണ്ണുനീരില്ല. അത്രമാത്രം വേദന കൊണ്ട് അവൻ നിലവിളിച്ചു. എങ്കിലും ആർക്കും അവനോട് കരുണ തോന്നിയില്ല. 1 ലിറ്റർ രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കേണ്ടി വരും. എന്നാൽ യേശുവിൻ്റെ രക്തമെല്ലാം വാർന്നു പോയിരുന്നു.
എങ്കിലും അവൻ മരിച്ചില്ല. രക്തം എല്ലാം വാർന്നു പോകത്തക്കവണ്ണം അവൻ്റെ ചുറ്റും നിൽക്കുന്ന പടയാളികൾ കുന്തം കൊണ്ട് അനേകം കുത്തുകൾ അവനെ കുത്തി. കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവൻ്റെ നിലവിളി ശബ്ദം കേൾക്കുവാനുള്ള ആർത്തിയായിരുന്നു യഹൂദന്മാർക്കും അവരെ കുത്തുന്ന പടയാളികൾക്കും ഉണ്ടായിരുന്നത്. യേശു അതെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾക്കും അതിൻ ഫലമായി നമ്മിൽ വന്നു ചേർന്ന ശാപത്തിനും വേണ്ടിയായിരുന്നു അവനത് സഹിച്ചത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യേശുവിനെ കൊല്ലുവാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ ജീവൻ ആരും എന്നിൽ നിന്നും എടുത്തു കളയുന്നില്ല. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ എനിക്കും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്തമെല്ലാം വാർന്നൊഴുകിയിട്ടും പ്രാണവേദനയിലായിരുന്നിട്ടും യേശു തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം താൻ അതുവരെയും സന്തതിയെ കണ്ടില്ലായിരുന്നു. യേശുവിന് പിതാവിൽ വിശ്വാസമുണ്ടായിരുന്നു. പിതാവിൻ്റെ വാഗ്ദത്തം നിറവേറുമെന്ന് അവനറിയാമായിരുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ മരണത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി ഉള്ളൂ. എങ്കിലും മാനസാന്തരപ്പെട്ട കള്ളൻ പറയുകയാണ്, യേശുവേ എന്നെ ഓർക്കണമേ എന്ന്. പ്രതീക്ഷിക്കാത്ത സമയത്താണ് പിതാവ് പുത്രനെ തൻ്റെ വാഗ്ദാനം നിറവേറ്റിക്കൊടുത്തത്. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അരുളുന്നെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുന്തം കൊണ്ട് കുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്ന പടയാളികളും യഹൂദന്മാരും ചുറ്റും കൂടിയിരിക്കുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന കള്ളന് മാനസാന്തരം വരികയാണ്. എല്ലാവരും നീ ദൈവപുത്രനെങ്കിൽ താഴെ ഇറങ്ങി വരുവാൻ പറയുമ്പോൾ കുരിശിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന കള്ളൻ പറയുന്നു, നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന്. ആ കള്ളനെയും കൊണ്ട് യേശു അന്ന് തന്നെ പറുദീസിൽ പ്രവേശിച്ചു. അതെ, ആ കള്ളന് വേണ്ടിയായിരുന്നു, അഥവാ എനിക്ക് വേണ്ടിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും വേണ്ടിയായിരുന്നു യേശു അപ്രകാരം ശാപമരണം ഭരിച്ചത്. അവൻ മരിച്ചതല്ല, അവൻ്റെ ആത്മാവിനെ അവൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ രക്തം കട്ട പിടിക്കും. എന്നാൽ യേശു മരിക്കുന്നതിന് മുമ്പേ രക്തമെല്ലാം വാർന്നു പോയിരുന്നു. എങ്കിലും മുഴങ്കാൽ ഒടിക്കുവാൻ വന്നവർ യേശു മരിച്ചുവെന്ന് കണ്ടപ്പോൾ മുഴങ്കാൽ ഒടിച്ചില്ല. എന്നാൽ ഒരു പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും അവനിൽ നിന്നും പുറപ്പെട്ടു. മരിച്ചതിന് ശേഷവും കട്ടപിടിക്കാത്ത രക്തം യേശുവിന് മാത്രമേ ഉള്ളൂ. ഉറുമ്പരിക്കാത്ത രക്തം യേശുവിന് മാത്രമേ ഉള്ളൂ. കാരണം പാപം അറിയാത്ത രക്തമാണ് യേശുവിൻ്റെ രക്തം. ആ രക്തമാണ് യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്നത്. ആകയാൽ അവൻ്റെ രക്തം നമ്മുടെ സകല പാപവും ശാപവും നീക്കി നമ്മെ ദൈവകുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ ശക്തിയുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ മകനോ മകളോ ആകാത്തവർ ഉണ്ടെങ്കിൽ യേശുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സാത്താൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ സാത്താൻ നമ്മെ നരകത്തിൽ എത്തിക്കും എന്നത് തീർച്ച. ആകയാൽ തെറ്റുകൾ പറ്റാതെ പാപത്തെ വെറുത്ത് നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ ആകാശമേഘ പ്രത്യക്ഷതയ്ക്കായി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ജ്യോതിഷികളെപ്പോലെ തിളങ്ങാം. നിത്യജീവന് നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള കൃപ അങ്ങ് അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും വേണ്ട ദൈവകൃപ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും നൽകി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. നിരാശപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിരാശ മാറുവാൻ തക്കവണ്ണം അങ്ങ് അവർക്ക് വെളിപ്പെടണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ വളർത്തണമേ, പൈതങ്ങളെ വളർത്തണമേ. തെറ്റിലകപ്പെടാതെ വണ്ണം അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.